Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് icse ക്ലാസ് 10ന്റെ സ്ട്രിംഗ് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പ്രോഗ്രാം ടു കൗണ്ട് നോൺ ബ്ലാങ്ക് ക്യാരക്ടേഴ്സ് ഇൻ എ ഗിവൺ സെന്റൻസ്. അതായത് നമ്മളൊരു സെന്റൻസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ എണ്ണം എടുക്കുക. അതായത് എംപ്റ്റി സ്പേസ് എടുക്കരുതെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മളൊരു സെന്റൻസ് കൊടുക്കുമ്പോൾ അതിനകത്ത് എംപ്റ്റി സ്പേസ് റീഡ് ചെയ്യാതെ അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിന്റെയും കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ട്രിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് com.strings എന്ന് പറഞ്ഞൊരു പാക്കേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ക്യാർ എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളെങ്ങനെയാണ് സാധാ വാങ്ങിക്കുന്ന കൊണ്ട് തന്നെ ഒരു സെന്റൻസ് ആണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. നമ്മൾ സാധാരണ ഇൻറ്റിജറും ഡബിളും ഒക്കെ അല്ലേ വാങ്ങിയത്. ഇപ്പം നമ്മൾ ഇൻപുട്ടായിട്ട് വാങ്ങിക്കേണ്ടത് ഒരു സെന്റൻസ് ആണ്. അപ്പോൾ സിസ് ഔട്ട് എൻ്റർ എ സെന്റൻസ് എന്ന് കൊടുക്കാം. എന്നിട്ട് സാധാരണ വാങ്ങിക്കുന്ന എന്താണ്, സ്കാനറിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടല്ലേ. സ്കാനർ sc ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് in എന്ന് കൊടുക്കാം. ഇനി എന്താണ്, നമ്മൾ സാധാരണ ഇപ്പോൾ ഇൻപുട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ ഈ ഇൻഡ് ആ വേരിയബിൾ ഈക്വൽ ടു എന്ന് കൊടുക്കും അല്ലേ. ഡബിൾ ആണെങ്കിൽ ഡബിൾ ആ വേരിയബിൾ നെയിം എന്ന് കൊടുക്കും. നമുക്കിപ്പോൾ ഒരു സെന്റൻസ് ആണ് വാങ്ങിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ് ആണ് സ്ട്രിംഗ്. സ്ട്രിംഗ് str ഈക്വൽ ടു സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ്. ഇവിടെ കൊടുക്കുമ്പോൾ ഓർക്കുക, നെക്സ്റ്റ് സ്ട്രിംഗ് മേടിക്കുമ്പോൾ ഇൻഡ് മേടിക്കുമ്പോൾ നെക്സ്റ്റ് ഇൻഡ് ഉണ്ട്, ഡബിൾ വാങ്ങുമ്പോൾ നെക്സ്റ്റ് ഡബിൾ ഉണ്ട്. പക്ഷേ നെക്സ്റ്റ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല. കണ്ടോ, എസ് കൊടുക്കുമ്പോൾ ഷോർട്ട് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ, അതായത് ഒരു സ്ട്രിംഗ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ലൈനാണ്. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പം നമ്മൾ വാങ്ങിച്ചു. ഇനി എന്താണ്, ഇപ്പം നമ്മളൊരു സ്ട്രിംഗ് കൊടുക്കുമ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ ആപ്പിൾ. ഇതാണ് നമ്മൾ കൊടുത്ത ഒരു സെന്റൻസ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതെങ്ങനെയാണ് കയറുന്നത്, ഓരോ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ടാണ് അല്ലേ. അതായത് ഫസ്റ്റ് ഇൻഡെക്സിൽ ഇത് കയറും, സെക്കൻഡ് ഇൻഡെക്സിൽ എച്ച് കയറും, ഇത് തേർഡ് ഇൻഡെക്സ്, ഫോർത്ത് ഇൻഡെക്സ്, ഫിഫ്ത്ത് ഇൻഡെക്സ് ആകുമ്പോൾ എംപ്റ്റി സ്പേസ് കയറും. ഇങ്ങനെയാണ് ഇത് സ്റ്റോർ ആവുന്നത്. പിടികിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഇതിനകത്തെ നമ്മുടെ ക്യാരക്ടേഴ്സ്, എംപ്റ്റി സ്പേസ് അല്ലാത്ത ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സെന്റൻസിൽ കൂടെ നമ്മൾ ഐട്രേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 0, i ലെസ് ദാൻ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ എവിടെ വരെയാണ്, ലെങ്ത് വരെ. ഓക്കെ, i പ്ലസ് പ്ലസ് എന്നിട്ട് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ലെങ്ത് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് നമ്മുടെ ലെങ്ത് സ്റ്റോർ ചെയ്താൽ മതി. പിടികിട്ടിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ കൊടുക്കുകയാണ്, ഇൻഡ് കൗണ്ട് എന്ന് കൊടുക്കുകയാണ്. ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, ഇൻഡ് കൗണ്ട് വേണ്ട, നമുക്ക് ലെങ്ത് എന്ന് തന്നെ കൊടുക്കാം. അതായത് ഇതിൻ്റെ ലെങ്ത് അല്ലേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലെങ്ത് ഈക്വൽ ടു str ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ ലെങ്ത് കിട്ടും. അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണോ അത് നമുക്കിവിടെ കിട്ടും. ഇവിടെ ജസ്റ്റ് സിസ് ഔട്ട് ചെയ്തിട്ട് ലെങ്ത് പ്രിന്റ് ചെയ്താൽ മതി. നമ്മൾ ലൂപ്പിനകത്ത് ലെങ്ത് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്താൽ അതിന്റെ നീളം എത്രയാണോ, അതായത് 16 സൈസാണ് സ്ട്രിങ് എങ്കിൽ 16 വട്ടം 16 പ്രിന്റ് ആവും. പിടികിട്ടിയല്ലോ. അതുകൊണ്ടാണ് ലൂപ്പിന് വെളിയിൽ വന്നിട്ട് റൺ ചെയ്യുന്നത്. അപ്പൊ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു സെന്റൻസ് കൊടുക്കുക. ഇപ്പൊ ദിസ് ഈസ് ആൻ ആപ്പിൾ തന്നെ കൊടുക്കാം. ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് കൊടുത്താൽ ഇതിന്റെ കണ്ടോ ലെങ്ത് 16 ആണ്. ശരിയാണോ നോക്കാം. 1 2 3 4 എംപ്റ്റി സ്പേസ് വേണം. 5 6 7 8 9 10 11 12 13 14 15 16. പിടികിട്ടിയല്ലോ. ടോട്ടൽ 16 എംപ്റ്റി സ്പേസോടെ കൂട്ടിയിട്ടാണ് എപ്പോഴും ലെങ്ത് എടുക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നോൺ ബ്ലാങ്ക് ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് അഥവാ ലെങ്ത് ആണ് നമുക്ക് അറിയേണ്ടത്. പിടികിട്ടിയല്ലോ. അതായത് എംപ്റ്റി സ്പേസ് കൗണ്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ സാധാരണ നമ്മൾ ലെങ്ത് എന്ന് പ്രിന്റ് ചെയ്താൽ ആ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന സ്പേസ് കൂടെ കൗണ്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 3 എംപ്റ്റി സ്പേസ് ഉണ്ട്. അപ്പൊ 3 വാല്യൂം കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എംപ്റ്റി സ്പേസ് അല്ലാത്തത് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിത് കളയാം. എന്നിട്ട് നമ്മൾ സാധാ പോലെ ഇപ്പൊ സ്ട്രിങ്ങിന്റെ ലെങ്ത് അല്ലേ നമുക്ക് വേണ്ടത്, എംപ്റ്റി സ്പേസ് അല്ലാതെ. അപ്പൊ ഈ ഫോർ ലൂപ്പ് തന്നെ യൂസ് ചെയ്യാം. ഈ 0th ഇൻഡെക്സ് തൊട്ട് നമുക്ക് ഐട്രേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എടുക്കണം. ഇപ്പൊ ക്യാർ c ഈക്വൽ ടു str ഡോട്ട് ക്യാരറ്റ് i. അതായത് നമുക്ക് ഓരോരോ ക്യാരക്ടർ, മറ്റേ
അറേ എടുക്കുമ്പോൾ എങ്ങനെയാണ്, അറേ ഓഫ് ഐ എന്നല്ലേ നമ്മൾ എടുക്കുന്നത്. ഇത് സ്ട്രിങ്ങിനകത്തെ നമ്മൾ എടുക്കുമ്പോൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് സ്ട്രിങ്ങിന്റെ ith ഇൻഡെക്സിലെ ക്യാരക്ടർ എടുത്തിട്ട് ഇതിനകത്തോട്ട് കൊടുക്കണം. അപ്പൊ ഇത് ആദ്യം ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആണ്. അപ്പൊ 0th ഇൻഡെക്സിൽ കിടക്കുന്ന ക്യാർ ഏതാണോ അത് ഈ സിക്കകത്തോട്ട് വരും. അപ്പൊ ഇവിടെ ഈ ദിസ് ഇസ് ആൻ ആപ്പിൾ കൊടുത്തെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന ടി ആണ് ആദ്യം ഈ സിയിൽ വരിക. പിടികിട്ടിയല്ലോ. എന്നിട്ട് നെക്സ്റ്റ് ഇത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആകുമ്പോൾ 1 ആവും. അപ്പൊ ഈ എച്ച് സിക്കകത്തോട്ട് വരും. അപ്പൊ ഇങ്ങനെ ഓരോ ക്യാരക്ടർ എടുത്തിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം, ഇത് എംപ്റ്റി സ്പേസ് ആണോ അല്ലേ എന്ന്. പിടികിട്ടിയല്ലോ. അപ്പൊ അതൊരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രം നമ്മളൊരു കൗണ്ട് വേരിയബിൾ കൊടുത്തിട്ട് അതിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്താൽ മതി. അത് ഏതൊക്കെ ക്യാരക്ടർ ആണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട, നമുക്ക് എന്താണ് അതിന്റെ കൗണ്ട് പ്രിന്റ് ചെയ്താൽ മതി. നോൺ ബ്ലാങ്ക് ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് എത്രയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ. അപ്പൊ നമ്മൾ ഇവിടെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എടുത്തു. എന്നിട്ട് ഇവിടെ കൊടുക്കണം ഇഫ് സി നോട്ട് ഈക്വൽ ടു എംപ്റ്റി സ്പേസ് ആണെങ്കിൽ, അതായത് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എംപ്റ്റി സ്പേസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൗണ്ട് വേരിയബിള് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഈ ലൂപ്പിന്റെ വെളിയിൽ ഇതിന്റെ കൗണ്ട് ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യണം. പിടികിട്ടിയല്ലോ. എന്നിട്ട് ഓരോ തവണയും ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ ക്യാറും ഒരു എംപ്റ്റി സ്പേസ് അല്ലെങ്കിൽ അത് ഇൻക്രിമെന്റ് ചെയ്യണം. ഇപ്പൊ ആദ്യത്തേത് ടി വന്നു, അപ്പൊ അതൊരു എംപ്റ്റി സ്പേസ് അല്ലല്ലോ. അപ്പൊ ഇത് കൗണ്ട് ഇൻക്രിമെന്റ് ആയി 1 ആയി. ഈ നെക്സ്റ്റ് എച്ച് വന്നു, അപ്പൊ കൗണ്ട് വീണ്ടും ഇൻക്രിമെന്റ് ആയി. ഐ വന്നു, കൗണ്ട് ഇൻക്രിമെന്റ് ആയി. എസ് വന്നു, ഇൻക്രിമെന്റ് ആയി. അടുത്തൊരു എംപ്റ്റി സ്പേസ് വന്നു. അപ്പൊ എന്താണ്, അത് എടുക്കത്തില്ല. അതായത് ഈ ലൂപ്പിനകത്തോട്ട് ഇഫ് കണ്ടീഷനകത്തോട്ട് കയറത്തില്ല. കാരണം എന്താണ്, നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സ്പേസിന് ഇക്വലന്റ് അല്ലെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് കയറി കൗണ്ട് ഇൻക്രിമെന്റ് ആകത്തുള്ളൂ. അപ്പൊ ഇത് ഫുൾ ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ട്രിങ്ങിന്റെ കൗണ്ട് എത്രയാണെന്ന്, അതായത് നോൺ ബ്ലാങ്ക് ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് എത്രയാണെന്ന് ഈ കൗണ്ട് വേരിയബിളിൽ കാണും. അപ്പൊ നമ്മുടെ വെളിയിൽ വന്നിട്ട് ജസ്റ്റ് അതൊന്ന് പ്രിന്റ് ചെയ്താൽ മതി. സിസ് ഔട്ട് കൗണ്ട് ഓഫ് നോൺ ബ്ലാങ്ക് ക്യാർന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കൗണ്ട് വേരിയബിൾ പ്രിന്റ് ചെയ്താൽ മതി. പിടികിട്ടിയല്ലോ. എന്നിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്യിക്കാം. ഇപ്പോൾ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. നമുക്ക് ആപ്പിളിന്റെ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് കൊടുക്കാം. അപ്പോൾ അതാ കൗണ്ട് ഓഫ് നോൺ ബ്ലാങ്ക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 13. ശരിയാണോ നോക്കാം. ഓരോ ക്യാരക്ടർ എണ്ണം എംപ്റ്റി സ്പേസ് കൂട്ടാൻ പാടില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13. പിടികിട്ടിയല്ലോ. അപ്പോൾ ആ എംപ്റ്റി സ്പേസ് കളഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അറേ ഐട്രേറ്റ് ചെയ്യുന്നോണം സ്ട്രിങ്ങിലെ ഓരോ ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റിനെ ഐട്രേറ്റ് ചെയ്യുക. 0th ഇൻഡെക്സ് തൊട്ട് ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് വരെ. എന്നിട്ട് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എടുക്കുക. ഇപ്പൊ നമ്മൾ അറേ ഓഫ് ഐ എടുക്കുന്ന പോലെ ഇവിടെ ആ സ്ട്രിങ്ങിന്റെ നെയിം ഡോട്ട് ആ ഇൻഡെക്സിൽ കിടക്കുന്ന ക്യാരക്ടർ, എന്നിട്ട് അത് എവിടോട്ടെങ്കിലും ഒരു സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അത് നോട്ട് ഈക്വൽ ടു എംപ്റ്റി സ്പേസ് ആണെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുക. പിടികിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.